ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആരോപണങ്ങളുടെ ആഴങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴും 6 കേസുകളിൽ അന്വേഷണം നേരിടുമ്പോഴും മുഖ്യമന്ത്രിക്ക് നല്ല വിശ്വാസമാണ് പോലീസിന്റെ ആത്മവീര്യത്തെയും ആ പോലീസിനെ നിയന്ത്രിക്കുന്ന അജിത് കുമാറിനെയും. തിരുത്തേണ്ടതില്ലാതെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച പോലീസാണ് സർട്ടിഫൈ ചെയ്യുന്നു പാർട്ടി സെക്രട്ടറി. താഴെത്തട്ടിൽ പണിയെടുക്കുന്ന സഖാക്കളുടെ ശരീരത്തിലും അഭിമാനത്തിലും ഉണ്ടാകും പിപ്പിടി കാട്ടിയും കയ്യൂക്കു കാട്ടിയുമുള്ള കാക്കിയുടെ കരുത്തിന്റെ അധികാര മേൽക്കോയ്മയുടെ നിഴൽപ്പാടുകൾ. സംഘരാഷ്ട്രീയ ലാഭത്തിനല്ല ഇടതുപക്ഷ സർക്കാരിന്റെ ഫോഴ്സ് എന്ന് തിരിച്ചറിയുന്നവർ അവരാണെന്ന സമൂഹമാധ്യമങ്ങൾ സാക്ഷ്യമാണ്. അത് തിരിച്ചറിയുന്നവരിൽ MN സ്മാരകത്തിലുമുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയനും MV ഗോവിന്ദനും ഇല്ലാത്ത അഭിപ്രായം ബിനോയ് വിശ്വത്തിന് ഇല്ലാത്തത്, CPI നേതൃത്വത്തിന് ഇല്ലാത്തത്. ചോദ്യം ഇതാണ്, മുഹൂർത്തമായില്ലേ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി M. ലിജു, CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകനായി NP ചെക്കുട്ടി എന്നിവരാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കേൾക്കാമല്ലോ? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കേൾക്കാമോ? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കേൾക്കാമോ? NP ചെക്കുട്ടി, കേൾക്കാമോ? ഇപ്പോൾ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം കഴിഞ്ഞല്ലോ, MV ഗോവിന്ദന്റെ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. ADGPയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടായേക്കും, DGP റിപ്പോർട്ട് നൽകും എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നത്. പോലീസ് എത്ര നല്ല സംവിധാനമായി ഇവിടെ പ്രവർത്തിക്കുന്നു, രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല പോലീസ് എന്ന പോലീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെന്ന് പാർട്ടി സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അതിൽ ചിലർക്കെതിരെ പരാതികളുണ്ട്, അത് പരിശോധിക്കും. അങ്ങനെ നന്നായി പരിശോധിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമല്ലേ നടപടി എടുക്കാനാകൂ, അതേ ചെയ്യുകയുള്ളൂ എന്ന് പാർട്ടി സെക്രട്ടറി കൂടി പറയുന്നു. ഇന്നലെ ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏത് രൂപത്തിൽ മാറിയെന്നും ശബ്ദം മാറിയത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതും താങ്കളും കണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ പിന്തുണ? അല്ല, ഒന്നാമത്തെ കാര്യം, കേരള പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന കൂട്ടർ 2 പേരാണ്. ഒന്ന് MV ഗോവിന്ദനെ പോലുള്ള CPMൻ്റെ ആളുകൾ, 2 സംഘപരിവാരത്തിൻ്റെ പ്രവർത്തകർ. ഇപ്പം ജയകുമാറിനെ പോലെ ആളുകൾ പറഞ്ഞത്, ഞങ്ങളെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കളെ കാണാനായിട്ട് പിന്നെ ADGP മാത്രമല്ല നിരവധി വേറെ ആളുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളെ നേതാക്കളെ വന്ന് കാണുകയും ബഹുമാനിക്കുകയും തൊഴുത് പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലിസ്റ്റൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള പോലീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ള 2 വിഭാഗങ്ങൾ, ഒന്ന് MV ഗോവിന്ദൻ്റെ പാർട്ടിയിൽപ്പെട്ട ചില നേതാക്കളും RSSും ആണെന്നാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവരാണ് ആലോചിക്കേണ്ടത്. കാരണം പോലീസിനെ സംബന്ധിച്ച് മറ്റു പല ആളുകൾക്കും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക്, ദളിത് വിഭാഗങ്ങൾക്ക്, അങ്ങനെയുള്ള കൂട്ടർക്കൊക്കെ വലിയ പരാതിയുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ 2 കൂട്ടർക്കും ഇത് എന്തുകൊണ്ടില്ല എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതാണ്. കാരണം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് ഒരു വിഭാഗം ആളുകളുടെ ഒരു എന്താ പറയുക, ഒരു മർദ്ദക സംഘമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ പറഞ്ഞതാണ് പോലീസിനെ കുറിച്ച് അവർ ഭരണവർഗത്തിൻ്റെ വേട്ടപ്പട്ടികളാണെന്ന്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള കൂട്ടരുടെയും കേരളത്തിൽ അധികാരമുള്ള കൂട്ടരുടെയും ഒരു മർദ്ദക സംഘമായിട്ട് കേരള പോലീസ് മാറിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇവർ പറയുന്ന അഭിപ്രായമല്ല ഉള്ളത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കേൾക്കാമോ? എന്താണിത്? ശ്രീ TP ജയചന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടല്ലോ. അപ്പോൾ പോലീസ് സംവിധാനത്തെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം, അതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? BJPക്ക് എന്താണ് പറയാനുള്ളത്? ADGPയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു നടപടിയിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് റിപ്പോർട്ട് DGP കൈമാറിയോ എന്നതിൽ വ്യക്തതയില്ല. കൈമാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിങ്കളാഴ്ചക്കകം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. സ്മൃതി, ആദ്യമായിട്ട് എനിക്ക് എൻ്റെ സുഹൃത്ത് ചെക്കുട്ടിയോട് പറയാനുള്ളത്, RSSൻ്റെയും BJPയുടെയും അഭിപ്രായം പറയാൻ
മുൻ കമ്മ്യൂണിസ്റ്റുകാരെയും ഇപ്പോൾ ജിഹാദികളുടെ കൈകളിൽ പാവയായവരെയും ആരും ഏൽപ്പിച്ചിട്ടില്ല. വളരെ കൃത്യവും ശക്തവുമായിട്ട് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും അതുമനുബന്ധ പ്രസ്ഥാനങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കൂ, നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ മുൻപാകെ ഉയർത്തിയ ആരോപണം അതീവ ഗൗരവമുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും പാർട്ടിയുടെ നിലപാട് അന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയതുമാണ്. അത് താങ്കളെപ്പോലെയുള്ള ഒരു പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ കണ്ടില്ല, കേട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സ്മൃതി ചോദിച്ചതിനും കൂടിയുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം ഉയർത്തിയ കേരളത്തിലെ പോലീസ് സേനയ്ക്കെതിരായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല. കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊലപാതകത്തിന് കൂട്ടുനിൽക്കൽ അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കൽ. ഒരു ഭരണകക്ഷിയുടെ MLA തന്നെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മാറ്റി നിർത്തി അന്വേഷിക്കണം. സസ്പെൻഷൻ ഈസ് നോട്ട് ആൻ ആക്ഷൻ. ഇനി അതല്ല സസ്പെൻഷനാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തണം. ഇത് വളരെ വ്യക്തവും സുവ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലാവാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെടുന്ന എന്തൊക്കെയോ വിവരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇതുപോലെ കളങ്കിതനായ ഒരു പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പലപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി നിർണായകമായ പ്രതിസന്ധിയിലെത്തിയ സമയത്ത് പ്രതികൾക്ക് വേണ്ടി കുറ്റാരോപിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനിലക്കാരെ പ്രവർത്തിച്ച ADGPയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള അതിമാരക പ്രഹരശേഷിയുള്ള എന്തിനെയോ കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നുവോ, അല്ലെങ്കിൽ വാൾത്തലകൾക്കിടയിലൂടെ നടന്ന് ഏത് പ്രതിസന്ധിഗതികളെയും നേരിടാൻ കെൽപ്പുണ്ടായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് ഈ ADGPയെ ഭയപ്പെടുന്നത്? കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച് BJPയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. നമുക്ക് നോക്കൂ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ, മയക്കുമരുന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത്, എന്തിനേറെ കമ്മ്യൂണിസ്റ്റുകാരായ പ്രവർത്തകന്മാർ പോലും ഭീകരവാദികൾ കൊല ചെയ്യപ്പെടുമ്പോൾ അവർ കൂട്ടുനിൽക്കുകയും ആ അന്വേഷണം പിടിക്കപ്പെടാതിരിക്കുന്ന തരത്തിലേക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവർ വരിയുടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വരിയുടയ്ക്കപ്പെട്ട കേരള പോലീസ് സേനയെക്കുറിച്ച് കൃത്യമായി നമുക്കറിയാം. കേരള ജനതയ്ക്ക് ഇന്നൊരു ഭാരവും ശല്യവുമായി മാറിയിരിക്കുന്ന സേനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും BJPക്ക് ഇല്ല. സ്മൃതി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്നിപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ADGPയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് CPയുടെ പ്രതീക്ഷ കൂടിയായിരുന്നു. ഈ ADGP RSS കൂടിക്കാഴ്ച തെറ്റോ ശരിയോ എന്ന് പോലും പറയാൻ മുഹൂർത്തമായിട്ടില്ല മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ നിലപാട് വ്യക്തമാണ് എന്ന് ശബ്ദം മാറ്റി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. എന്താണ് ആ നിലപാടെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ നിലപാടാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലും പൂർണ്ണമായും പോലീസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണം വരികയാണ്. ADGPയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടാതെ ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്ന് പാർട്ടി സെക്രട്ടറിയും പറയുന്നു. അപ്പോൾ എവിടെയാണ് സംശയം? കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് ADGP തന്നെ സമ്മതിച്ചതാണ്. അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പോലും പറ്റാത്തത്ര ദൗർബല്യം എന്താണ് പാർട്ടിക്ക്, സർക്കാരിന്? പാർട്ടിക്കൊരു ദൗർബല്യവുമില്ല സ്മൃതി. വളരെ കൃത്യമായിട്ട് പാർട്ടി സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു, എന്തായിരുന്നു കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടേതുപോലൊരു നിയമ സംവിധാനത്തിനകത്ത് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അദ്ദേഹം അന്വേഷണത്തിലാണ്. ആ എപ്പോഴും പറയുന്ന വാദമാണ്. ആ വാദം നിങ്ങൾക്കൊരു സസ്പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കത് തീരുമാനിക്കാം. ശരിയാണ്, അതിൽ ഈ പറയുന്ന സാങ്കേതികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ RSS ADGP കൂടിക്കാഴ്ചയിൽ എന്ത് നിയമ നടപടി സാധ്യമാകും, എന്ത് ശിക്ഷാ നടപടി സാധ്യമാകും? അതല്ല ചോദിച്ചത്. രാഷ്ട്രീയ നിലപാട് എന്ത് നിങ്ങൾക്ക്? എന്താണ് ഇത്ര ബുദ്ധിമുട്ട് പറയാൻ?
രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമല്ലേ? CPM ആരെങ്കിലും പോയിട്ട് RSS മേധാവിയെ കാണുന്നുണ്ടോ? ഒരു പോലീസ് ഓഫീസർ, ഒരു IPS-കാരൻ, കേരളത്തിലെ ഒരു ADGP, ആ 2 RSS നേതാക്കന്മാരെ, RSSന്റെ 2 ബൗദ്ധിക കേന്ദ്രങ്ങളെ പോയി കണ്ടു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് പോകും. ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ട സാഹചര്യം എന്താണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തില്. ഈ വിമർശനം വരുന്ന ഘട്ടത്തിലാണോ താങ്കൾ ഈ പ്രതികരണം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത്? മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഭീകര പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്ന സ്മൃതി, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് എന്നത് കേന്ദ്ര ഏജൻസികളുടെ നീതി ആയോഗിന്റെ തന്നെ വിലയിരുത്തലാണ്. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ എന്താണത്? ഈ അനധികൃതമായ വിഷയമല്ലല്ലോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. പോലീസ് സംവിധാനത്തെ ആകെ ആരും ഇവിടെ വിമർശിച്ചിട്ടില്ലല്ലോ. ഇവിടെ ചെയ്യുന്ന എന്താണ് സ്മൃതി? സ്മൃതി, കേരളത്തിലെ പോലീസ് കള്ളക്കടത്ത് തടയുന്നതിലും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളിൽ ഇന്ത്യയിലെ മറ്റേത് പോലീസ് സംവിധാനത്തെക്കാളും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ് സ്മൃതി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിനെ ഇന്നത്തെ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും അതിൻ്റെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താനുമുള്ള ഏത് നീക്കം എവിടെ നിന്നുണ്ടായാലും അത് പ്രതിരോധിക്കും. ഇവിടെ ജയേന്ദ്ര മാസ്റ്റർ പറയുന്നത് കേട്ടു, കള്ളക്കടത്ത് പിടിക്കേണ്ടത് ജയേന്ദ്ര മാസ്റ്ററെ, കേരള പോലീസല്ല. കള്ളക്കടത്ത് പിടിക്കേണ്ടത് കസ്റ്റംസാണ്. ആ ഏജൻസികൾ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് കൂട്ടുകൂടുകയാണ്, അവരുടെ ഒത്തുകളിയാണ്. ആ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ കള്ളക്കടത്ത് കൂടുന്നത്. അതിനെയാണ് പുറത്ത് ശക്തമായ രീതിയിൽ തന്നെ ഇതിൻ്റെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ വരുന്ന മേഖലകളിൽ കള്ളക്കടത്ത് സംഘങ്ങൾ നിരന്തരമായി പിടിക്കപ്പെടുന്നത്. ഈ കള്ളക്കടത്ത് സംഘങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയ്ക്കും സമൂഹത്തിനും വളരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ തന്നെ അതിനെ നേരിടണമെന്നുള്ള നിലപാട് നിർവഹിക്കുന്നു. PV അൻവർ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിൽ പോലീസ് എങ്ങനെയൊക്കെ പോലീസ് അതിൽ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അത് കസ്റ്റംസും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, അതിൽ ചില പോലീസുകാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരെങ്ങനെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അതിന്മേലൊരു അന്വേഷണം നടത്തി അത് റിപ്പോർട്ടായി വന്നിട്ടുണ്ടോ? അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കള്ളക്കടത്തുകാരെ മുഴുവൻ പിടികൂടിയെന്ന് പറയുന്നത്? വന്ന ആരോപണത്തിലെ റിപ്പോർട്ട് എന്താണ്? അല്ല, അത് നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടാണല്ലോ. 2021, 22, 23, 24 വർഷം വരെ കരിപ്പൂർ എയർപോർട്ട് വഴി നിരവധി വിമാനങ്ങൾ വഴി വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളെ പിടികൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ്. ഈ കരിപ്പൂരിലെ മാത്രം എടുത്തു പറയുമ്പോൾ അത് മലപ്പുറം എന്നാക്കി പറയുന്നതാണല്ലോ മറ്റൊരു വിവാദം അതും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കരിപ്പൂരിലെ കണക്ക് മാത്രം ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? ഇതൊക്കെ പോലീസ് പറയുന്ന അതേപടി അവതരിപ്പിക്കുകയല്ലോ പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ചെയ്യേണ്ടത്. സ്മൃതി, എന്നെ എൻ്റെ വാദം പറയാൻ അനുവദിക്കുക. അല്ല, താങ്കളുമായിട്ട് തർക്കിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നെ പാർട്ടി അയച്ചത് അതിനുമല്ല. പാർട്ടിയുടെ വാദങ്ങൾ പറയാനുള്ള സമയം തരുന്നില്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകും. സ്മൃതി അങ്ങനെ നല്ല ആളാവണ്ട, വലിയ തർക്കശാസ്ത്രിയൊന്നും ആകണ്ട. അങ്ങനെ ഒരു താർക്കിക യുക്തിയൊന്നും ഉപയോഗിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാനില്ല. എല്ലാവർക്കും അറിയാം, കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ശ്രീമതി സ്മൃതി അൻവർ ഉന്നയിച്ചത്. അതിന് മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ അങ്കമാലി എയർപോർട്ടുമായി ബന്ധപ്പെട്ടതല്ല, കൊച്ചി എയർപോർട്ടോ തിരുവനന്തപുരം എയർപോർട്ടുമായി ബന്ധപ്പെട്ടതല്ല. കരിപ്പൂർ എയർപോർട്ടിലൂടെ സ്വർണം ഒഴുകുന്നു, അത് പൊട്ടിക്കുന്ന കാര്യത്തിൽ പോലീസും കസ്റ്റംസും ഒക്കെ ഒത്തുകളിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ആ ആരോപണം വസ്തുതാപരമല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും നമുക്കെല്ലാവർക്കും അറിയാം, അഹമ്മദാബാദാണ് സ്മൃതി ഇന്ത്യയിൽ ഏറ്റവും കൂടി, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്ന ഒരു എയർപോർട്ടാണ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് നാമമാത്രമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ പോലും എങ്ങനെയാണ് ഒത്തുകളിച്ച് വിട്ടുപോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സമ്പദ്ഘടനയ്ക്ക് നമ്മുടെ സമൂഹത്തിനും വലിയ അപകടമുണ്ടാക്കുന്ന കള്ളക്കടത്ത് പ്രവർത്തനത്തെ കേരളത്തിലെ പോലീസ് പ്രതിരോധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നിരവധി കേസുകൾ ഇവിടെയുണ്ട്. ആ കേസുകളെ എല്ലാം തന്നെ ദുർബലമാക്കാനുള്ള ആരുടെയോ താല്പര്യത്തെ മുൻനിർത്തിയാണ് അൻവർ സംസാരിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ആരുടെയോ താല്പര്യത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ നിങ്ങൾ? പോലീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? അതിനു മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്?
പോലീസിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? അത് അന്വേഷിക്കുകയല്ലേ വേണ്ടത്? അല്ല സ്മൃതി, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കീഴിൽ ആഭ്യന്തര വകുപ്പ് എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ നിയമപാലനത്തിന് ശ്രമിക്കുമ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, രാജ്യദ്രോഹമാനങ്ങളുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന കള്ളക്കടത്ത് സംഘടനകൾക്ക് വേണ്ടി ഒരാൾ വക്കീലായി വന്നാൽ, ഒരാൾ അതിൻ്റെ വക്താവായി വന്നാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ എല്ലാ അർത്ഥത്തിലും എന്താണ് അത് ശരിയാണോ ഇത് ശരിയാണോ എന്നല്ല ചോദിക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. രാജ്യത്തിൻ്റെ താല്പര്യം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്താണ് അൻവർ എന്ന കരുവിനെ വെച്ചിട്ട് CPM വെട്ടിക്കളയാന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വെട്ടാനൊന്നും പറ്റില്ല. അൻവറിൻ്റെ താല്പര്യം എന്താണ്? അൻവറിൻ്റെ പിറകിലുള്ളത് എന്താണ്? അൻവർ ഉന്നയിക്കുന്ന ന്യായം RSS മേധാവിയെ ADGP കണ്ടു, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് കൃത്യമായ ഒരു ആരോപണമാണ്. അത് ഗൗരവത്തോടു കൂടി തന്നെ കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങളോട് നമുക്ക് അല്ലാതെ എന്താണ് CPIയുടെ താല്പര്യം? CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ്. ന്യായമായ ഒരു ആവശ്യമാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണി കൺവീനർ തന്നെ അത് വ്യക്തമാക്കിയല്ലോ. ഈ ന്യായമായ ആവശ്യം ഉന്നയിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയെ കാണുകയും യോഗങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ട് അവർ നാണം കെട്ട് നിൽക്കുകയാണല്ലോ. അതെന്തുകൊണ്ടാണ്? അവരൊരു നാണവും കെട്ടിട്ടില്ല. ഒരു മുന്നണി പ്രവർത്തനത്തിന്റെ ജനാധിപത്യപരമായ പ്രക്രിയയും നടപടിക്രമങ്ങളും അറിയാത്തവരാണ് ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുന്നത്. CPM-നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് CPI ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. താങ്കൾ അറിഞ്ഞില്ലേ? എനിക്കറിയില്ല, ആ തീരുമാനം എനിക്കറിയില്ല. തീരുമാനമാണ്, ആ ആവശ്യം ന്യായമാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അൻവർ ഉന്നയിച്ചതും CPI ഉന്നയിച്ചതും പൊതുവെ കേരളം ആഗ്രഹിക്കുന്നതും ADGP RSS കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതിൽ എന്ത് താല്പര്യത്തിന് വേണ്ടിയാണ് കേരള പോലീസ് എന്തിനു വേണ്ടി? എന്റെ സ്മൃതി ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് പോകും. ഈ കാര്യത്തിൽ സ്മൃതി വ്യാകുലപ്പെടേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി RSSുമായിട്ട് സന്ധി ചെയ്യുന്ന, RSSന്റെ ഇംഗിതമനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഗൂഢാലോചനപരമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടില്ല. അത്തരം ഗൂഢാലോചനപരമായ ഉപജാപങ്ങൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിയമപാലന രംഗത്തിന്റെ ഉന്നത ഉത്തരവാദിത്തമുള്ള ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടില്ല. അവർക്കെതിരായിട്ട് ഈ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കും. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളരിക്കാ പട്ടണമല്ല. ഒരു നിയമപാലനത്തിന്റെ സാധാരണ നടപടിക്രമം മാത്രമാണ് അന്വേഷണം. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയ നിലപാട് പറയാൻ DGPയുടെ റിപ്പോർട്ട് കിട്ടണം. അത് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും രാഷ്ട്രീയ നിലപാട് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയ സുധാകരനും ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്ക് കത്തിച്ച് കൂപ്പ് കൈയുമായി നിൽക്കുന്ന സതീശനുമാണോ RSS ബന്ധത്തെക്കുറിച്ച് CPM-നെ പഠിപ്പിക്കേണ്ടത്? ഈ സമൂഹത്തിൽ, ഈ കേരള സമൂഹത്തിൽ 1940കളുടെ ആദ്യം മുതൽ RSSനെ പ്രതിരോധിക്കുന്ന വളരെ സുദീർഘമായ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. RSSന്റെ പ്രതിരോധ മുഖത്ത് എത്രയോ പ്രിയപ്പെട്ട സഖാക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇന്ന് ദേശീയ അധികാരം അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന CPM-ന് ഇപ്പോൾ എന്ത് പറ്റിയെന്നുള്ളതാണല്ലോ ചോദ്യം. എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കണ്ട. അല്ല, ഇപ്പോൾ അങ്ങനെ എന്തോ പറ്റിയെന്ന് നിങ്ങൾ വരുത്തി തീർക്കണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് CPM-നെ അറിയാം. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആരാണെന്നറിയാം. അവരൊന്നും RSSുമായി സന്ധി ചെയ്യുമെന്നുള്ളൊരു നറേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയാലും അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി തൊട്ട് ഇവിടുത്തെ UDF-ലെ കക്ഷികൾ വരെ മറഞ്ഞു തിരിഞ്ഞു നടത്താൻ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ശരി ലിജു, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായി CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വായടയ്ക്കാനുള്ള ശ്രമം. താങ്കൾക്ക് അതിനും മറുപടി നൽകാം. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യമൊക്കെ എവിടെയോ നിൽക്കുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. ഇന്നോ നാളെയോ, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ കൊടുക്കുമെന്നൊക്കെയാണ് അറിയുന്നത്. അതിനുശേഷം സമയമെടുത്തൊക്കെ എടുക്കേണ്ട ഒരു കാര്യമാണ്, തീരുമാനമാണ്.
ഒന്നിപ്പോൾ ഈ RSS CPM-ന്റെ RSS വിരോധമൊക്കെ ചരിത്രം പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ RSS-ഉമായിട്ട് സഖ്യമുണ്ടായിരുന്ന പാർട്ടി തന്നെ CPM ആണ്. വീണ്ടും ആ ചരിത്രം ആവർത്തിക്കേണ്ട കാര്യമില്ല. പാലക്കാട് പിന്നെ ഈ ശിവദാസ മേനോന്റെ നിയമസഭാ സീറ്റിൽ EMS നമ്പൂതിരിപ്പാടിനൊപ്പം ലാൽകൃഷ്ണ അദ്വാനി വേദി പങ്കിടുന്നതും ശിവദാസ മേനോൻ അദ്ദേഹത്തിന്റെ പിന്നെ EMS നമ്പൂതിരിപ്പാടിന്റെ പ്രസംഗം, ലാൽകൃഷ്ണ അദ്വാനിയുടെ പ്രസംഗം പരിഭാഷപ്പെട്ടതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ RSS-ഉം CPM-ഉം ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ആ ചരിത്രത്തിലേക്ക് ആവർത്തിക്കില്ല. അപ്പം അതുകൊണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് RSS-ന് ഞങ്ങൾ എക്കാലവും എതിരായിരുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് വിജയിക്കില്ല. അത് ഭൂതകാലത്തിലെ കാര്യം. നമ്മൾ വർത്തമാനത്തിലേക്ക് നോക്കിയാൽ പോലെ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു ADGP RSS മേധാവി RSS-ന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അതിനെന്താ കുഴപ്പമെന്നാണ്. സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറായിരിക്കുന്ന നേതാവ് പിന്നെ ഷംസീർ ചോദിക്കുന്ന RSS രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയല്ലേ എന്നാണ്. RSS-ന് ഇവരിൽ നിന്നൊരു വർഗീയ സംഘടനയായിട്ട് പോലും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് പിന്നെ ഈ CPM പ്രതി ശ്രീ KP കുഞ്ഞിക്കണ്ണൻ വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ RSS-നെ ഒരു വർഗീയ സംഘടനയായി കണക്കാക്കുന്നെങ്കിൽ കേരളത്തിലെ സംസ്ഥാന പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി രഹസ്യമായി പോയി സ്വകാര്യ ഒരു വാഹനത്തിൽ പോയി RSS നേതാക്കളൊപ്പം നിങ്ങളുടെ പിന്നെ പോയി RSS മേധാവിയെ കാണുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ ഒട്ടും ആശങ്കപ്പെടുത്തുന്നില്ല എന്നും അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ട് നാളിതുവരെ ആയിട്ടും ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ അദ്ദേഹം പോലും അഡ്മിറ്റ് ചെയ്തു. ഞാൻ കണ്ടു എന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ADGP അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ കണ്ടു എന്നുള്ള കാര്യം. ഒരു നടപടിയും എടുക്കുന്നില്ല. DGP-യുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ DNA-ക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ഞാൻ അൻവറിന്റെ വാക്ക് പറഞ്ഞ് കടമെടുത്ത് അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ച വാക്കാണ്. ആ അൻവറിന് അന്ന് ഏറ്റവും മോശപ്പെട്ട പരാമർശം നടത്തിയപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ. ഇപ്പൊ ഇന്ന് അൻവറിനെ ഇവരെല്ലാം കുറ്റം പറയുന്നു. അന്ന് അൻവർ ഒരിക്കലും പൊറുക്കാത്തൊരു പരാമർശം അന്ന് നടത്തിയപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. CPM-ന്റെ അടിസ്ഥാന ജനിതകത്തിൽ നിങ്ങൾ RSS വികാരം, RSS-നെതിരായിട്ടുള്ള വികാരം നിങ്ങളുടെ ജനിതകത്തിന്റെ ഭാഗമായിട്ട് പറയുന്നെങ്കിൽ ആ ജനിതകത്തിന് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. ആ DNA-ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. RSS നിങ്ങൾക്ക് ഇന്ന് തൊട്ടുകൂടാത്തൊരു പാർട്ടി അല്ല. RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്ന ഒരു ADGP തെറ്റ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞിട്ട് പോലും നിങ്ങളൊരു നടപടിയെടുക്കുന്നില്ല. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ഊരാക്കുടുക്കിലാണ്. ലാവ്ലിൻ കേസ്, മാസപ്പടി കേസ്, ലൈഫ് തട്ടിപ്പ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു പാർട്ടി. പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് ഒരു തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു പാർട്ടി, തിരുവായ്ക്ക് അതിനവിടെ എതിർവായ പോലുമില്ലാതെ അടിമക്കൂട്ടങ്ങളുടെ ആയിരിക്കുന്ന ഒരു പാർട്ടി. ഞാൻ ആക്ഷേപിക്കുകയാണെന്ന് കരുതരുത്. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ പിണറായി വിജയൻ കുടുംബത്തിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ RSS-ന്റെ പിന്തുണ വേണം. RSS-ന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാകണം. അപ്പൊ അതിനെതിരായിട്ടൊരു വാക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് RSS-നെ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോ RSS മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന ഒരു ADGP-യെ പോലും ന്യായീകരിക്കേണ്ട തരത്തിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും നിയമസഭാ സ്പീക്കറും മാറി. ഇനി ആ സ്റ്റാൻഡിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ പിണറായി പറയണം അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർദ്ധിത വീര്യത്തോടെ സംഘപരിവാറിനെതിരെ രംഗത്തിറങ്ങും. മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അതല്ല, അതിന് നാളെ പിണറായി വിജയൻ പറയുകയാണ് RSS ആണ് CPM-ന്റെ സ്വാഭാവിക സഖ്യകക്ഷിയെന്നും രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ RSS ശക്തിപ്പെടണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ച് തൊട്ട് മുകൾ വരെ എന്ത് ചെയ്യും? നിങ്ങൾ ആ വായ്ത്താരിക്കപ്പുറത്ത് പിണറായി വിജയനെതിരെ ഒരു സംസാരിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ ഒരു സംവിധാനമോ ഇന്ന് വർത്തമാനകാല CPM-ൽ ഇല്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. ശ്രീ KP കുഞ്ഞിക്കണ്ണൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊന്നുമല്ല. ഇന്ന് ആ പാർട്ടി ഏക വ്യക്തി കേന്ദ്രീകൃതമായി മാറിയിരിക്കുന്നു. പഴയ സോവിയറ്റ് റഷ്യയിലുമൊക്കെ ജോസഫ് സ്റ്റാലിനൊക്കെ പാർട്ടിയെ സമ്പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം പോലെ ഇന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഷീ ജിൻപിങ് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പാർട്ടിയുടെ നയം. അതിനെ RSS ആണെങ്കിലും സവർക്കർ ആണെങ്കിലും ഗോഡ്സെ ആണെങ്കിലും വേറെ ഒരു മാർഗവുമില്ല. കുഞ്ഞിക്കണ്ണൻ സഖാവെ, നിങ്ങൾ റാൻ മൂളി നിൽക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ. അതാണ് സത്യം. ശ്രീ NP ചെക്കുട്ടി,
മതരാഷ്ട്രവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിനാൽ മതേതരവാദികൾക്കിടയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ അംഗീകാരം മുഖ്യമന്ത്രിക്കുണ്ട്. ഇതില്ലാതാക്കാനായിട്ടാണ് ഈ CPM RSS ബന്ധം ആരോപിക്കുന്നത്. ഇതാണെന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാദം. കുറച്ചു ദിവസമായി ന്യൂനപക്ഷ വർഗീയത, മതരാഷ്ട്രവാദം, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ അവരെ വിമർശിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണിപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്കും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ചുള്ള ആശങ്കകളും വലിയ രൂപത്തിൽ ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്താകട്ടെ RSSുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകുന്നുമില്ല. അല്ല, ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര സ്വാധീനമുണ്ട്? ഇന്ത്യയിലെ ജനങ്ങളിൽ എത്ര ശതമാനത്തിൻ്റെ പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു 2%, 1% പോലും പിന്തുണയില്ല. അതേ സമയത്ത് RSSൻ്റെ സംഘപരിവാരത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുണ്ട്. അവർ ഇന്ത്യയെ ഭരിക്കുന്ന കൂട്ടരാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ മതരാഷ്ട്രീയ വാദഗതികൾ അവതരിപ്പിക്കുന്നത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണോ അതോ RSS ആണോ? ഇത് ഇന്ത്യൻ റിയാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. RSS ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ മതപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള ആളുകളുമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നത് വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു സമീപനമാണ്. അത് എന്തുകൊണ്ടാണ് CPM പോലുള്ളൊരു പാർട്ടികൾ ഈ സമയത്ത് പറയുന്നത് എനിക്കറിയില്ല. കാരണം വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമൂഹികാവസ്ഥയിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയാവസ്ഥയിൽ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നത് RSS തന്നെയാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കഴിഞ്ഞ 100 കൊല്ലമായിട്ട് അവർ വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവരുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ദേശീയ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വിഭാഗങ്ങൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം RSSുമായിട്ട് ശക്തമായ വിയോജിപ്പാണ് വേണ്ടത്. പക്ഷേ പിണറായി വിജയൻ്റെ പിന്നെ പ്രസംഗത്തിലെ ഇൻ്റർവ്യൂവിൽ എന്താ വന്നിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്ത് ഉള്ള ആളുകൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ആ തരത്തിലൊക്കെ ദീർഘകാലമായിട്ട് RSSും സംഘപരിവാരവും നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മലപ്പുറം. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് എന്താണോ മലപ്പുറം ജില്ല ഉണ്ടായത് അത് പറഞ്ഞിട്ടില്ല. അതൊരു PR ഏജൻസി തങ്ങളെ കൊണ്ട് എഴുതിച്ചതാണെന്ന് ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ പറയുകയും ചെയ്യുന്നു. പക്ഷെ അതിൽ ഖേദപ്രകടനം നടത്തിയോടുകൂടി ഹിന്ദുവിനോട് ക്ഷമിച്ചു. പക്ഷേ അത് എങ്ങനെ ചേർക്കപ്പെട്ടു എന്നൊരു അന്വേഷണം നടത്തുന്നേയില്ല. അത് അന്വേഷിക്കേണ്ട ഒരു ഗൗരവം അതിൽ കാണുന്നേയില്ല. അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? മലപ്പുറം കേരളത്തിലൊരു പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് അവിടെ ഒരു വിമാനത്താവളമുണ്ട്. മലപ്പുറത്തുകാർക്ക് മാത്രം ഉപയോഗിക്കുന്ന വിമാനത്താവളമൊന്നുമല്ല. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പല ആളുകളും തൃശ്ശൂർ വരെയുള്ള ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പേര് കള്ളക്കടത്ത് നടത്തുന്നുണ്ട്, ഒരുപാട് പേര് ഹവാലപ്പണം നടത്തുന്നുണ്ട്. ഇതെല്ലാം മലപ്പുറത്തിൻ്റെ അക്കൗണ്ടിൽ വെക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഇതൊന്നുമല്ല വിഷയം. ആ പ്രദേശത്ത് വരുന്ന ഈ പണമെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കൂട്ടർ എഴുതി. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റായിട്ട് കേസ് കൊടുക്കുന്ന ഒരു വിഷയമല്ലേ? വ്യാജമായിട്ട് തൻ്റെ വായിൽ താൻ പറയാത്തൊരു കാര്യം ഒരാൾ കുത്തിച്ച് തിരികിയാൽ ആ നിമിഷം കേസ് കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, എറണാകുളത്ത് ഒരു മാധ്യമപ്രവർത്തകയായിട്ട് ഒരു പെൺകുട്ടിക്കെതിരായിട്ട് ക്രിമിനൽ കേസ് എടുത്തൊരു സർക്കാരല്ല അദ്ദേഹത്തിൻ്റെത്. എന്തായിരുന്നു വിഷയം? ഏതോ അവരുടെ SFI ആയിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്താണ്, വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഡേ ടു ഡേ ജേർണലിസത്തിൽ ചില തെറ്റുകൾ പറ്റും, അല്ലെ ഓൺലൈൻ ടെലിവിഷൻ ചാനൽസിൽ തെറ്റുകൾ പറ്റും. പക്ഷേ ഒരു പത്രത്തിൽ ഒരിക്കലും പറ്റാൻ പാടില്ലാത്ത തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തിരുത്താൻ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ മൃദു സമീപനത്തിൻ്റെ കാര്യം എന്താണ്? ഈ മൃദു സമീപനം പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിത്തറയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ BJPയുമായിട്ട് സംഘപരിവാരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും അദ്ദേഹത്തിന് കിട്ടില്ല, ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും അദ്ദേഹത്തിന് കിട്ടില്ല. അദ്ദേഹം മൊത്തം കുളത്തിലിറങ്ങും എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതിന് താങ്കൾക്ക് മറുപടി പറയാം.
ഇതിപ്പോൾ എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി അന്ന് ചോദ്യങ്ങൾക്ക് ഒന്നുകിൽ ചോദ്യങ്ങൾ ഇവേഡ് ചെയ്തു, അതിനുശേഷം പിന്നീട് അതിനെ ചിരിച്ചു തള്ളി. അപ്പോൾ ചിരിച്ചതിനെ പറ്റി ചോദിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി ചിരിക്കാത്തതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നമെന്ന് പാർട്ടി സെക്രട്ടറി മറുപടി പറയുകയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഉദാഹരണമായി കാണേണ്ടി വരും. ചില കാര്യങ്ങൾ പരിഹസിച്ച് തള്ളുക, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക. ഈ പാർട്ടിയെ ജനങ്ങൾക്കറിയാം എന്ന് സഖാക്കൾക്കറിയാം എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടായില്ല, വ്യക്തമായ മറുപടി വേണ്ടേ. ഗൗരവത്തിലുള്ള ഒരു പിഴവ് സംഭവിച്ചു. ആ പിഴവ് നിങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുക കൂടിയില്ല എന്നാണ് പരിഹാസം. ശരി, ഖേദം പ്രകടിപ്പിക്കാത്തവരുണ്ട്, അത്തരം മാധ്യമങ്ങളുണ്ട്, ഖേദം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ദ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ ഇത്ര വലിയ ഒരു വീഴ്ച, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന വീഴ്ച ഏത് തലത്തിൽ നിന്ന് വന്നു എന്നൊരു അന്വേഷണം വേണ്ടതില്ല എന്ന് എന്തുകൊണ്ട് തീരുമാനിക്കുന്നു ശ്രീ കെ ടി? ഞാൻ സ്മൃതി പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലിജു ഇവിടെ സൂചിപ്പിച്ചല്ലോ, ലിജുവിനെ പോലുള്ള കോൺഗ്രസ് സുഹൃത്തുക്കൾ ഈ ഉറക്കത്ത് പഴന്തുണി ചവക്കുന്ന ആൾക്കാരെ പോലെ ഈ ലാവലിൻ സ്വർണ്ണക്കള്ളക്കടത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് കേസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? തെളിവില്ലാത്തതുകൊണ്ട് തള്ളിക്കഴിഞ്ഞ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം കോടതിയിലെത്തിയൊരു കേസാണ്. ആ കേസ് കൊടുത്ത CBI ആവർത്തിച്ച് തെളിവാചരിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും തെളിവ് കൊടുക്കുന്നതിന് പകരം നീട്ടിത്തരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിലനിർത്തിയിട്ട് പിണറായി വിജയനെതിരായിട്ട് ഒരു ലാവ്ലിൻ കേസിൽ എന്തൊക്കെ നുണകൾ പ്രചരിപ്പിച്ചാണ് നിങ്ങൾ? വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത ഒരു കരാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഈ CPM-നെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്താണ് മുന്നോട്ട് പോകാത്തതെന്ന് കഴിഞ്ഞ ദിവസം കോടതി ED-യെ വിമർശിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തായി അന്വേഷണമെന്ന്? ഏത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്? സ്വർണ്ണക്കള്ളക്കടത്ത് പലതുണ്ടല്ലോ. ഏത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഏത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്? പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ജയിലിലായ തെറ്റിദ്ധാരണജനകമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായ അന്വേഷണം അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾ ജയിലിലായ അന്വേഷണമാണ്. ആ കേസിന്റെ നാൾവഴികളും അതിന്റെ ചാർജ് ഷീറ്റും ഒക്കെ ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. സ്മൃതിയെപ്പോലുള്ള ഒരു മാധ്യമ പ്രവർത്തക നിരുത്തരവാദപരമായി സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരു കുറ്റത്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതി ചേർത്തത് എന്ന കാര്യം സ്മൃതിക്ക് അറിയാത്തതാണോ? അല്ല, താങ്കൾ എന്താണ് പറയുന്നത്? ഞാൻ എന്താണ് പറയുന്നത്? അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ മുടന്തി പോവുകയാണ് അന്വേഷണം. ആ മുടന്തി പോകുന്നതിനെയാണ് നിങ്ങൾ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്ന ആരോപണം വരുന്നത്. എല്ലാ സ്മൃതി വെറുതെ അവിശുദ്ധ ബന്ധമെന്നൊക്കെ വായിൽ തങ്ങാത്ത വാക്കെടുത്തിട്ട് ഇങ്ങനെ ആരോപിച്ചു കൊണ്ടിരിക്കല്ല. വസ്തുത പറ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം കള്ളക്കടത്ത് നടത്തിയെന്ന കേസാണോ അദ്ദേഹത്തിൻ്റെ പേര് ചാർജ് ചെയ്തിരിക്കുന്നത്? ആ കള്ളക്കടത്ത് വിവരമറിഞ്ഞിട്ടും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം നിരവധി തവണ ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന ആ ഗീബൽസിയൻ തന്ത്രമുണ്ടല്ലോ, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും സ്മൃതി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഭരണ തുടർച്ചയുണ്ടായത്. അതും സ്മൃതിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പ്രശ്നം, സ്മൃതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെക്കുട്ടിയോട് ചോദിച്ച ചോദ്യം എന്താണ്? CPM മതരാഷ്ട്രവാദത്തെക്കുറിച്ചും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും സംസാരിക്കുന്നു. അത് അപകടരഹിതമായ ഒരു മേഖലയായിട്ടാണോ സ്മൃതിയും ചെക്കുട്ടിയും ഈ ചർച്ചയിൽ കാണാൻ ഉദ്ദേശിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അതെ സ്മൃതി ചരിത്രം പഠിക്കണതിന് ചരിത്രം പഠിക്കണം. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ചരിത്രത്തിലെ 2004 തൊട്ട് 2011 വരെ പറഞ്ഞോട്ടെ. ഇതാ 2024 ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സംസ്ഥാനത്തിൻ്റെ 370-ാം വകുപ്പ് എന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള വളരെ വിധിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ മുഹമ്മദ് യൂസഫ് തരിഗാരി ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നിഴൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്മൃതിക്കും ചേക്കുട്ടിക്കും എന്തുകൊണ്ടാണ് അത് അറിയാൻ കഴിയാതെ പോകുന്നത്? പിന്നീട് ജമാഅത്ത് ഇസ്ലാമി എന്ത് അപകടം വരുത്തുന്നതെന്നാണ് സ്മൃതി എന്നോട് ചോദിക്കുന്നത്. 1992 ഈ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിന്റെ 50-ാം വാർഷികത്തിന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടനെ ജമാഅത്തെ ഇസ്ലാമി എടുത്തിടുന്നത് എന്തിനാണെന്നാണ് ചോദ്യം.
അത് പറയും. അത് ആർ എസ് എസിന്റെ മറുപറാണത്. ആർ എസ് എസിന് ഇവിടെ സൗകര്യം ഉണ്ടായി കൊടുക്കുന്ന കൗണ്ടർ വാദങ്ങൾ ഉന്നയിച്ച് ആർ എസിനെ പ്രതിരോധിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ ജിഹകളും കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ ആർ എസ് എസിന്റെ ഒരു ബി ടീമായി അവതരിപ്പിക്കാനുള്ള വൃത്തികെട്ട ഒരു നറേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള സംഘടനകളെ, ആഗോള തീവ്രവാദ പട്ടികയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഘടനവാദ സംഘടനകളെ സ്വന്തം അംബ്രല്ലയ്ക്ക് കീഴിലുള്ള സംഘടനകളാണെന്ന് സ്വയം അവകാശപ്പെട്ട ഒരു സംഘടനയാണ് സ്മൃതി ജമാഅത്ത് ഇസ്ലാമി. ഈ ജമാഅത്ത് ഇസ്ലാമി 2004 തൊട്ട് 2011 വരെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നോ ഇല്ലയോ? ജമാഅത്ത് ഇസ്ലാമി പലരെയും പിന്തുണച്ചിട്ടുണ്ടാകും. പക്ഷെ ജമാഅത്ത് സ്വീകരിച്ചിരുന്നോ ഇല്ലയോ? പ്രത്യയശാസ്ത്രം എന്താണ്? ആ പ്രത്യയശാസ്ത്രം ഇന്നുമുണ്ട്. അന്ന് എന്താണ് വ്യത്യാസം? നിങ്ങളെ പിന്തുണച്ചപ്പോൾ എങ്ങനെയാണ് അത് മാറിയത്? എങ്ങനെയാണ് മയപ്പെട്ടത്? 2014 ശേഷം BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP യെ പ്രതിരോധിക്കുന്ന മുഖ്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ, കേരളം പോലുള്ള സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ, ജമ്മു കാശ്മീരിലെ അവിടുത്തെ ജനാധിപത്യ ശക്തികളെ ഭിന്നിപ്പിക്കാനും അവരുടെ വോട്ട് BJPക്ക് എതിരാവാതിരിക്കാൻ വോട്ടിൽ പിളർപ്പുണ്ടാക്കാനും ഇവിടെ ജമ്മു കാശ്മീരിലെ കാര്യമല്ലല്ലോ പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ കാര്യമല്ലല്ലോ. ആ സംഘടനയെ വെള്ളപൂശാൻ സ്മൃതിയും ചെക്കൂട്ടിയും ശ്രമിക്കണ്ട. ആ സംഘടനയെ വെള്ളപൂശിക്കൊണ്ട് ഇടതുപക്ഷത്തെ വളരെ മോശക്കാരായി കളയാൻ നിങ്ങൾ കണ്ട. ഇടതുപക്ഷം RSസുമായി മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്യുന്ന സംഘടനയാണ്, സമരം ചെയ്യുന്ന സംഘടനയാണ്. അത് രാഷ്ട്രീയ രംഗത്തും പ്രായോഗിക രംഗത്തും പ്രത്യയശാസ്ത്ര രംഗത്തും RSSനോട് ഏറ്റുമുട്ടുന്നവരാ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് വേണ്ട. ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട ഓരോ നിമിഷവും സ്പന്ദിക്കുന്നത് ഈ രാജ്യത്തെ സ്വേച്ഛാധികാര വാഴ്ചയിലേക്ക്, ഫാസത്തിലേക്ക് കൊണ്ടുപോകുന്ന RSനായിട്ടുള്ള പോരാട്ടത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും ഇപ്പോഴത്തെ നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരണം. ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന പോരാട്ടം ഒന്ന് പറഞ്ഞു തരണം. ശ്രീ TP ജയചന്ദ്രനിലേക്ക് വരാൻ സ്മൃതി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSന്റെ ഏതോ ഒരു മേധാവിയെ പോയി കണ്ടു, അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുമ്പോൾ നടപടി വരും. അതാണോ മുഖ്യ കണ്ടു എന്നുള്ളതിൽ എന്തിനാണ് അന്വേഷണം? കണ്ടു കഴിഞ്ഞതല്ലേ? സവർക്കറുടെ കണ്ടു കഴിഞ്ഞു എന്ന് തെളിഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്കൊരു നിലപാട് പോലും പറയാൻ പറ്റില്ല. നിങ്ങൾ RSSനെ പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയാണ്. CPI ഒന്ന് ബോധ്യപ്പെടുത്തൂ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. എന്നിട്ടാകാം മാധ്യമങ്ങൾ പരിഹസിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവൂ ഈ ജനം ആരാണ്? ആരൊക്കെ ചേർന്നാണ് ജനം? സ്മൃതിയുടെ വാദങ്ങൾ എന്താണ്? ജനം എന്ന് വെച്ചാൽ ആരൊക്കെ ചേർന്നാണ് മുന്നോട്ട് വെക്കുന്നത്? സ്മൃതിയുടെ വാദങ്ങൾ എന്താണ്? ജനങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ കോർപ്പറേറ്റ് പണത്തിന്റെ ബലത്തിൽ ചാനലും നടത്തിയിട്ട് ഈ ചാനലുകളൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള സ്മൃതി ഈ ഇന്ത്യയിലെ ഭരണഘടന സ്വകാര്യ സ്വത്ത് അനുവദിക്കുക, കോർപ്പറേറ്റ് മൂലധനം അനുവദിക്കുന്നുണ്ട്. പക്ഷെ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ അജണ്ടയും മാധ്യമ പ്രചരണത്തെയും ഞങ്ങൾക്ക് വിമർശിച്ചുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റില്ല. ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? റിലയൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യന് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ചേർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉള്ള കഴിവുണ്ട്. അങ്ങനെ ചെയ്യാം അദ്ദേഹത്തിന്. അദ്ദേഹം അപ്പോൾ പാർട്ടി സഖാവിന്റെ മകൻ മാത്രമാകുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ പറ്റി കാര്യങ്ങൾ പറയുന്നു. അതേ സംബന്ധിച്ച് ആ ഗൗരവത്തിലുള്ള ആ വിഷയത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യാതിരിക്കുന്നു. നിങ്ങൾ ഈ കോർപ്പറേറ്റ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് ശ്രീ KT? നിങ്ങൾക്ക് പ്രസംഗത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു വാദം മാത്രമാണ്. പറഞ്ഞത് അത്തരമൊരു PR ഏജൻസി ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു PR ഏജൻസിയെ ഞങ്ങൾ നിയമിച്ചിട്ടില്ല, ഞങ്ങൾ അതിന് പണവും കൊടുത്തിട്ടില്ല. ഈ PR ഏജൻസി എങ്ങനെ വന്നു? ആ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിലേക്കുള്ള കേരള ഹൗസിൽ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെ ആർക്കും കയറാവുന്ന സംവിധാനമില്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ KT. അല്ല ഇല്ല അങ്ങനെയല്ല കാണേണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദീർഘകാലത്തെ ജനകീയ ബന്ധമുള്ള പ്രക്ഷോഭങ്ങളുടെയും ജനകീയ പ്രവർത്തനങ്ങളുടെയും വളർന്നു വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ സ്മൃതി പോയിട്ട് ചോദിക്കുന്നു ഒരു ഇൻ്റർവ്യൂ ഇന്നേ കക്ഷികൾക്ക് അനുവദിക്കണം. അപ്പോൾ സ്മൃതിയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ അത് നോക്കാം. മുഖ്യമന്ത്രിയുടെ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് അത് അങ്ങനെ നടപടിക്ക് ചെയ്യും. പരിചയമുള്ള ഒരാൾ ഞാൻ പോയിട്ട് ചോദിച്ചാൽ അവിടത്തേക്ക് സുരക്ഷാ സംവിധാനം എല്ലാവർക്കും അറിയാം KT. അല്ല, ആ സംവിധാനത്തെ അതെങ്ങനെയാണ്
അതെങ്ങനെയാണ് സ്മൃതി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നത്? ഈ ഇൻ്റർവ്യൂ എവിടെ വെച്ചാണ് നടന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണോ നടന്നത്? ഈ ഇൻ്റർവ്യൂ നടന്നത് എവിടെ വെച്ചാണ്? ഈ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഈ കൂട്ടിച്ചേർക്കലുകൾ എവിടെ വെച്ചാണ് നടന്നത്? അതിന് ഉത്തരം പറയേണ്ടത് ഹിന്ദു പത്രം തന്നെയായിരിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എഴുതി കൊടുത്തതെന്നാണ് വാർത്ത. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പേർ എഴുതി കൊടുത്തു എന്നുള്ളതാണ് വിവരം. ആരോ നിങ്ങൾ വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടില്ല. ഇത് ടൈപ്പ് ചെയ്യണ്ടേ കൊടുക്കണമെങ്കിൽ? ഒരാൾ എഴുതി കൊടുക്കുന്നു, ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കൈസനെയും നിങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകളല്ലേ അതൊക്കെ? നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകളല്ലേ? നിങ്ങൾക്ക് എന്ത് കഥയും ഉണ്ടാക്കിക്കൂടെ? കഥകളാണോ? ഇതിനെന്തെങ്കിലും വസ്തുതകളുണ്ടോ? അതും ദേശീയ തലത്തിലെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഉത്തരവാദിത്തം ആർക്കാണ് സ്മൃതി? ആ കൂട്ടിച്ചേർത്ത് കൊടുത്തതിന്റെ മുഖ്യ ഉത്തരവാദിത്തം ആർക്കാണ്? ഹിന്ദു പത്രത്തിനാണ്. ക്ഷമിച്ചല്ലോ നിങ്ങൾ. അത് ഹിന്ദുവിന് നിങ്ങൾക്കില്ലാത്തൊരു മര്യാദ ഉണ്ടായി. ആ മര്യാദ അവര് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് അത് മാധ്യമധാരകം നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒരു വാദം നിങ്ങൾക്ക് വിഴുങ്ങാം, അങ്ങനെയാണോ? അങ്ങനെയല്ല. നിങ്ങൾക്ക് CPM-നെ അടിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ ഈ വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ്? കല്ല് ഉപയോഗിക്കാൻ വ്യക്തിപരമായി ഇങ്ങനെ ആക്രമിച്ചിട്ടൊന്നും നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കുറഞ്ഞ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിങ്ങനെ എഴുതി വെച്ചതുപോലെ നിങ്ങൾ എല്ലാവരും ഒരേ രൂപത്തിൽ മാധ്യമ അജണ്ട ആക്ഷേപിക്കുന്നതിലല്ലാതെ CPM-നെ ആക്ഷേപിക്കുന്നില്ലാതെ നിങ്ങൾ വസ്തുതാപരമായി ചർച്ച ചെയ്യുന്നുണ്ടോ? ഒരു മണ്ഡലത്തിൽ സത്യസന്ധമായ രീതിയിൽ പ്രതിച്ഛായ തകർക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എഴുതി ചേർത്തത്, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എഴുതി ചേർത്ത് അപകടകരമായ വിധത്തിൽ അപ്പുറത്ത് BJP-ക്ക് ഉപയോഗിക്കാവുന്ന ഒരു വഴി കൊടുക്കുന്ന രൂപത്തിൽ ഇത് എഴുതി ചേർത്ത് ആരാണെന്നൊരു അന്വേഷണം വേണ്ടേ? ഒരു അന്വേഷണം വേണ്ടേ? ശോഭന നായരുടെ പേരിൽ വന്ന ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല എന്ന് അഭിമുഖം നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കിയാൽ അവർ പ്രസിദ്ധീകരിച്ച ഇങ്ങനെ ഒന്ന് എഴുതി കൊടുത്തത് അവർക്കാരാണെന്ന് അവർ തന്നെ പറയണം. നിങ്ങൾക്ക് എന്താ ഈ ചർച്ചക്ക് പത്രത്തിന്റെ പ്രതിനിധിയെ വിളിച്ചൂടെ? ശോഭന അവർ പറഞ്ഞു PR ഏജൻസി ആണെന്ന്. നിങ്ങൾ എന്താണ് അന്വേഷിക്കാത്തത്? PR ഏജൻസിയുടെ താല്പര്യം എന്താണ് നിങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? PR ഏജൻസി, അതെ, ആ PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിടെ കഴിഞ്ഞോ അന്വേഷണം? ശരി, നിങ്ങൾ ചുമതലപ്പെടുത്താത്ത ആരോ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടുപിടിക്കേണ്ട കേട്ടി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കേണ്ട എന്ന തീരുമാനം? എന്തുകൊണ്ടാണ്? അത് കണ്ടുപിടിച്ചോളും. അത് സ്മൃതി CPM പോലുള്ളൊരു പാർട്ടി, കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി പോലുള്ള ഗവൺമെന്റ് അത് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിക്കേണ്ട. അല്ല, അങ്ങനെ വിചാരിക്കേണ്ട എന്നൊന്നും പറയണ്ട. അതൊരു അന്വേഷണം ഇല്ലാന്ന് പാർട്ടി സെക്രട്ടറിയും പറയുന്നു. മുഖ്യമന്ത്രി ചിരിച്ചു തള്ളുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് പാർട്ടി സെക്രട്ടറി എന്ത് പറഞ്ഞു? പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. അതിങ്ങനെയാ പറഞ്ഞത്. അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ്. അവര് കൃത്യമായി പറഞ്ഞല്ലോ ഈ മലയാളത്തിലെ ചാനലുകളും മാധ്യമങ്ങളും എന്താ ചെയ്ത് പച്ചക്കുതിരയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അത് കെ ബാലകൃഷ്ണൻ എഴുതിയ ഒരു ലേഖനത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ എടുത്തു കൊടുത്തതാണെന്ന് പറഞ്ഞ് എന്നിട്ട് എന്താണ് എല്ലാം വെളിവാക്കപ്പെട്ടപ്പോൾ ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു മാപ്പ് പറഞ്ഞ് ഒരു ക്ഷമ ചോദിച്ചു കൊടുക്കും. നിങ്ങൾ സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയത് ഒരു ധാർമ്മികമായ ഒരു മാധ്യമ പ്രവർത്തന രീതിയല്ല, അത് ധാർമ്മിക നിരക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറില്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറില്ലല്ലോ. എന്നാൽ ഹിന്ദു ആ മര്യാദ കാണിച്ചു. അത് നമ്മൾ സഹായിക്കണ്ടേ? അതിനെ നമ്മൾ പരിഗണിക്കണ്ടേ? ശ്രീ TP ജയചന്ദ്രൻ, ഇപ്പോൾ DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അൻവർ ഉന്നയിച്ച ADGP-ക്കെതിരായ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അതിലിപ്പോൾ RSS ADGP-യുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയിൽ ADGP-ക്കെതിരായ റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPI-ക്കും നൽകിയിരിക്കുന്ന ഉറപ്പ് അതാണ്. അപ്പോൾ RSS നേതാക്കളെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു കഴിഞ്ഞാൽ സ്ഥാനം തെറിക്കും എന്നുള്ളതാണ് തീരുമാനം. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്മൃതി, ഒരു മാധ്യമപ്രവർത്തക എന്നതിന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇതെന്ത് അന്വേഷിക്കാനാണ്? RSS-നെ കണ്ടു എന്ന് ADGP സമ്മതിച്ചിരിക്കുന്നു, കണ്ടിട്ടുണ്ട് എന്ന് RSS-ഉം സമ്മതിച്ചിരിക്കുന്നു. RSS-നെ ഒരു സർക്കാർ ജീവനക്കാരൻ കണ്ടാൽ അവരെന്ത് ചെയ്യുമെന്നാണ് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത്? സ്മൃതി,
RSS നിരോധിത സംഘടനയാണോ? RSSനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയുമോ? 28 കോടി സ്വയം സേവകരുണ്ട്, 18 കോടി BJPക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ജീവനക്കാരുണ്ട്, അഭിഭാഷകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, തൊഴിലാളികളുണ്ട്, 240 MP-മാരുണ്ട്, 1500-അധികം മെമ്പർമാരുണ്ട്. തീർന്നില്ല സ്മൃതി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു RSSന്റെ സ്വയം സേവകനാ. അയാളെ കാണാതെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്ക് കൂടിക്കാഴ്ച നടത്താതെ മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? RSSനെ കണ്ടതിൻ്റെ പേരിൽ ഒരു ചുക്കും ആർക്കും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇപ്പം ഇവിടെ വന്ന് പലരും വലിയ വീമ്പ് പറയുന്നുണ്ടല്ലോ. ലിജു, ജവഹർലാൽ നെഹ്റുവിൻ്റെ 1ാമത്തെ മന്ത്രിസഭയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ജനസംഘത്തിൻ്റെ സ്ഥാപകൻ, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. താങ്കൾക്കറിയുമോ? VV ഗിരി 1977 വിവേകാനന്ദ പാറയിൽ ഏകനാഥ് റാനഡെ നിർമ്മിച്ച വിവേകാനന്ദ പാറ ഉദ്ഘാടനം നടത്തിയത് VV ഗിരിയാണ്. മറ്റൊരു രാഷ്ട്രപതിയാണ് ശേഷം സംഘത്തിൻ്റെ ആപ്പീസിൽ പോയിട്ട് അവിടെ പോയി കണ്ടത്. വാർധ ക്യാമ്പ് പോയിട്ട് RSSനെ കൂടിക്കാഴ്ച നടത്തിയത് മഹാത്മാഗാന്ധിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എമ്മിൻ്റെ നേതൃത്വത്തിൽ RSSുമായിട്ട് ഔപചാരികമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ആരാണ് RSSുമായി സഹകരിക്കാത്തത്? സുധാകരൻ വന്നിട്ടില്ലേ RSSന്റെ പരിപാടിയിലും സംസാരിക്കാൻ? പക്ഷെ അതുകൊണ്ടൊന്നും സുധാകരൻ RSS ആയി എന്നോ പിണറായി വിജയൻ BJP ആയിപ്പോയി എന്ന് പറയുന്നതാണ് നമ്മുടെ കേട്ടം. സഹകരണം രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്നതൊക്കെ വലിയ തെറ്റാണോ? നോക്കൂ, ഇപ്പോൾ വലിയ ആവരാതി പറയുന്ന ഒരു കാര്യമാണ് എന്താ, നമ്മുടെ മലപ്പുറം ജില്ലയുടെ കാര്യം. ഞാൻ ചെക്കൂട്ടിയോട് ചോദിക്കട്ടെ, അല്ല ചെക്കൂട്ടിയേട്ടാ, കഴിഞ്ഞ സെപ്റ്റംബർ 21 തിരുവനന്തപുരത്ത് ഇതേ കാര്യം മുഖ്യമന്ത്രി തിരുവായൂരൂടെ മൊഴിഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്കാരും പ്രതിഷേധമില്ലാഞ്ഞത്? അത് അദ്ദേഹം 30 ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇത് ആർക്കോ കൊണ്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇങ്ങനെ ജില്ലകൾ ഓരോ മതത്തിനും നമ്മൾ അങ്ങനെ വീതിച്ചു കൊടുത്തതാ? അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ജില്ല ഏതൊക്കെയാ? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ആരാണ് സാർ ഒരു മതത്തിന് തീരെഴുതി കൊടുത്തത്? അത് ആർക്ക് എഴുതി കൊടുത്തു? ആർക്ക് കിട്ടി? ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഈ മലപ്പുറത്തല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ കേരളത്തിൻ്റെ ആചാര്യ, മലയാള ഭാഷയുടെ പിതാവ്? അവിടെയല്ലേ VT ഭട്ടതിരിപ്പാട്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്? ഇവരുടെയൊക്കെ പൈതൃകമുള്ള ഒരു സംസ്ഥാനം ഒരു കുറ്റകൃത്യം ആരോപിക്കുമ്പോഴും ഒരു BJP മലപ്പുറത്തെ ഈ പൈതൃകം വെച്ചല്ലോ പറയാറ്. സ്മൃതി, ആ ജില്ല കൊടുത്തതിൽ തന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കാര്യമാണ്. മലപ്പുറത്തുമുണ്ട് BJPക്ക് എല്ലാ സംഘടനാ ഘടകങ്ങളും. മലപ്പുറത്ത് BJPക്ക് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് സ്മൃതി. അത് ആർക്കെങ്കിലും അങ്ങനെ തീരെഴുതി കൊടുത്താണെങ്കിൽ ഞങ്ങളുടെ സംഘടന അവർക്ക് ഇട്ടച്ചു പോരണ്ടേ? അതൊന്നും അല്ലല്ലോ സ്മൃതി വിഷയം. നോക്കൂ, പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിപ്പെട്ട ചില ആളുകൾ, അവരിൽ നിന്നും അച്ചാരം വാങ്ങിയ ചിലർക്കിപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം ചർച്ചയ്ക്ക് ഇത് കൊണ്ടുപോകും. ഞാൻ ചോദിക്കട്ടെ, PV അൻവറിന് ഈ വിവരം എത്ര മുമ്പ് കിട്ടിയതാ? എന്തേ ഒരു ചുക്കും ചെയ്തില്ല? പിന്നെ ഒരു കാര്യം നമുക്കറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി സെപ്റ്റംബർ 21 തിരുവനന്തപുരത്ത് വെച്ച് കേരളത്തിലെ സ്വർണ്ണക്കടത്തും കേരളത്തിലെ ഹവാല പ്രതിസന്ധിയും രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്തിനാ BJPയുടെ നെഞ്ചത്ത് കയറുന്നത്? ഒരു കാര്യം സ്മൃതി നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും. ഭാരതീയ ജനതാ പാർട്ടി ഇന്നലകളിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരായി മുന്നോട്ട് വെച്ചത് ഇന്ന് കേരളത്തിലെയും ഭാരതത്തിലെയും സമൂഹം ശരിവെക്കുന്നു. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് സ്മൃതി. ശരി, CPM ശരിവെക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? നിങ്ങൾ പറഞ്ഞതിനെ CPM ശരിവെക്കുന്നു അല്ലേ? എന്താണ് നിങ്ങൾ പറഞ്ഞതിനെ CPM ഇപ്പോൾ ശരിവെക്കുന്നു അല്ലല്ലോ? ഭാരതത്തിലെ കോടാനുകോടി ജനത സ്മൃതി, CPM ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമേ അല്ല സ്മൃതി. നമ്മളിപ്പോൾ കേരളമാണോ ചർച്ച ചെയ്യുന്നത്? ലീഗോ ഞങ്ങളുടെ മുമ്പിൽ വിഷയമല്ല. നമ്മളിപ്പോൾ കേരളമാണോ ചർച്ച ചെയ്യുന്നത്? കോടാനുകോടി ജനങ്ങൾ, ആ കോടാനുകോടി ജനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ശരിവെച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ RSS പ്രചാരകനെ പ്രധാനമന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രപതിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഉപരാഷ്ട്രപതിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഗവർണർമാരാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശക്തിയെ ഒറ്റ കാര്യം തീർക്കാം. ഞങ്ങളെ കാണാത്തവരാരാ? ചെക്കുട്ടിയുടെ ഒറ്റ കാര്യം അല്ല, നിങ്ങളെ കാണാത്തവരാരെന്നത് മാത്രമല്ല, ഞങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയ ജയകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത് IAS IPS ഉദ്യോഗസ്ഥരൊക്കെ RSS നേതാക്കളെ കാണുന്നത് പതിവാണെന്നും ആ പതിവ് എന്തിനാണ്? പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ RSS നേതാക്കൾ കനിയണം തലപ്പത്തെത്താൻ. സ്മൃതി പണ്ട് 1ാം ഗവൺമെന്റിൽ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയത് പ്രൊമോഷനായിരുന്നോ?
വാർത്താ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പോയത് മുഖർജിക്കൊക്കെ ശേഷമുള്ള സംഭവങ്ങളുണ്ട്, നെഹ്റു എടുത്ത നിലപാടുണ്ട്. ഇപ്പോൾ ചരിത്രം പറയാൻ നമുക്ക് നേരമില്ല. ലിജു വേഗം മറുപടി. ഒരുപാടുണ്ടെന്നേ. ഒന്നാമത്തെ, നെഹ്റു ഗവൺമെന്റ് ഒരു ദേശീയ ഗവൺമെന്റ് ആയിരുന്നു. ഞാൻ അതിലേക്ക് ചരിത്രത്തിലേക്ക് പോകുന്നില്ല, കാരണം ഇനി ആ ഒരു മിനിറ്റാണ് ഉള്ളത്. ഒരു മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ശ്രീ KP കുഞ്ഞിക്കണ്ണനുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ കൂടെ തന്നെ സ്മൃതിക്ക് മനസ്സിലായി കാണുമല്ലോ, ഇന്നത്തെ CPM-ൽ മുഖ്യമന്ത്രി പറയുന്നത് മാത്രമാണ് വേദവാക്യം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ ഒരു ദേശീയ ദിനപത്രം കൃത്രിമം കാട്ടിയെന്ന് പറയുക. അവർ പറഞ്ഞു PR ഏജൻസി എഴുതി തന്നതാണ്, അതേപടിയേ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത്തരമൊരു PR ഏജൻസി കൃത്രിമം കാണിച്ചെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രിക്കില്ലേ? ഒരു ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾക്കിടയിലേക്ക് തിരികെ കയറ്റുന്ന ഒരു PR ഏജൻസിക്കെതിരെ കേസെടുക്കാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ധൈര്യമില്ലാത്ത ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സത്യം എന്താ? ഇത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പിലാക്കിയത്. പക്ഷേ KP കുഞ്ഞിക്കണ്ണനെ പോലെ ഒരു CPM നേതാവിന് അത് മനസ്സിലാവില്ല. കാരണം മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഫാക്ട്. മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും ഇവർക്ക് പറയാൻ സാധ്യമല്ല. രണ്ടാമത്തെ പ്രശ്നം, BJP നേതാക്കൾക്കുള്ള മറുപടി. ഇപ്പൊ RSS എന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ അവരെ നഖശികാന്തം എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സമാനമായ രീതിയിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന CPM-ന്റെയും നയം അതായിരുന്നു. RSS-നെ എതിർക്കപ്പെടേണ്ടവരാണ്. പോലീസ് പോലെ ക്രമസമാധാന ചുമതലയുള്ളിടത്ത് നിരവധി വർഗീയ സംഘർഷങ്ങൾ ഉത്തരവാദിത്തമുള്ള RSS-മായി ബന്ധപ്പെട്ടവർ മേധാവികളായിരിക്കുന്നത് ഗുണമല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. CPM-ന്റെ അഭിപ്രായം നേരത്തെ അങ്ങനെയായിരുന്നു. TP സെൻകുമാറിനെതിരെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്താണ് പെട്ടെന്ന് ഈ അഭിപ്രായം മാറാൻ കാരണം? RSS-ന് എന്താണ് കുഴപ്പമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും സ്പീക്കറും പറഞ്ഞതിന്റെ നയപരമായ കാരണം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരള മുഖ്യമന്ത്രി ഒരു വലിയ ട്രാപ്പിലാണ്. അദ്ദേഹത്തിന് ക്രിമിനൽ കേസുകൾക്കുൾപ്പെടെ രക്ഷപ്പെടണം. IPS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് തീരുമാനിക്കുന്ന, ED-യെയും CBI-യെയും തീരുമാനിക്കുന്ന രാജ്യത്തെ സംഘപരിവാറിന് മുമ്പിൽ ഇനി വിനീത വിധേയദാസനായി നിൽക്കാൻ മാത്രമേ പിണറായി വിജയന് കഴിയൂ. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദൂതനായി നേരത്തെ പറഞ്ഞതുപോലെ ADGP-ക്ക് കാണേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ സഖാവിനെ പോലുള്ള CPM നേതാക്കന്മാർക്ക് ഇനി നിങ്ങളുടെ ജനിതകത്തിൽ വന്ന മാറ്റം, RSS-നെ ഉൾപ്പെടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന മാറ്റം അംഗീകരിച്ച് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം റാൻമൂളിയും അംഗീകരിച്ചും മുന്നോട്ട് പോകാം. അതല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല സഖാവെ. വസ്തുത അതായിപ്പോയി. നമുക്ക് നോക്കാം ADGP-ക്കെതിരെ എന്ത് അന്വേഷണം, എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത്. വളരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, M ലിജു, TP ജയചന്ദ്രൻ, NP ചെക്കുട്ടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.